സൂറത്തു തൗബയിലെ 118 വചനത്തിന്റെ അവതരണ പശ്ചാത്തലം. തബൂക്ക് യുദ്ധം നടക്കുന്നത് കഠിനമായ ചൂടുള്ള സമയത്തായിരുന്നു. മദീനയിലെ ഈന്തപ്പഴങ്ങൾ വിളവെടുക്കാൻ പാകമായ കാലം. പലരും മടി കാണിച്ചപ്പോൾ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മനഃപൂർവ്വം മാറി നിന്നതല്ല, മറിച്ച് ഓരോ ദിവസവും നാളെ പുറപ്പെടാം, എന്റെ പക്കൽ വാഹന സൗകര്യമുണ്ടല്ലോ എന്ന് കരുതി നീട്ടിവച്ചു. ഒടുവിൽ സൈന്യം ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു. യുദ്ധം കഴിഞ്ഞ് പ്രവാചകൻ തിരിച്ചെത്തിയപ്പോൾ കപടവിശ്വാസികൾ ഓരോരോ കള്ളം പറഞ്ഞ് ഒഴികഴിവ് ബോധിപ്പിച്ചു. എന്നാൽ അദ്ദേഹം നുണ പറഞ്ഞില്ല. റസൂലെ, എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും എനിക്ക് വരാൻ കഴിയാത്തത് എന്റെ അശ്രദ്ധ കൊണ്ടാണ്. അദ്ദേഹത്തെപ്പോലെ തന്നെ മുറാറത്ത് റളിയല്ലാഹു അൻഹു, ഹിലാൽ റളിയല്ലാഹു അൻഹു എന്നിവരും സത്യം പറഞ്ഞു. സത്യം പറഞ്ഞതുകൊണ്ട് അവരുടെ വിധി അള്ളാഹു തീരുമാനിക്കട്ടെ എന്ന് പ്രവാചകൻ പ്രഖ്യാപിച്ചു. അതുവരെ അവരോട് ആരും സംസാരിക്കാൻ പാടില്ലെന്ന് നിർദ്ദേശിച്ചു. സ്വന്തം ബന്ധുക്കളോ സുഹൃത്തുക്കളോ പോലും അവരോട് സംസാരിച്ചില്ല. അവർക്ക് സലാം അടക്കിയില്ല. 40 ദിവസം കഴിഞ്ഞപ്പോൾ പ്രവാചകന്റെ സന്ദേശമെത്തി: ഭാര്യമാരിൽ നിന്നും അകന്നു നിൽക്കുക. അതോടെ പരീക്ഷണം അതിന്റെ ഉച്ചസ്ഥായിയിലായി. അവർ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. കഅബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ പോയി പ്രവാചകന്റെ അരികിൽ ഇരിക്കുമായിരുന്നു. പ്രവാചകൻ തന്നെ നോക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം കണ്ണിന്റെ കോണിലൂടെ നോക്കുമായിരുന്നു. പ്രവാചകൻ നോക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമാകും. എന്നാൽ കഅബ് തിരിച്ചു നോക്കുമ്പോൾ പ്രവാചകൻ മുഖം തിരിക്കുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവരുടെ തൗബ സ്വീകരിച്ചതായി അള്ളാഹു പ്രഖ്യാപിച്ചു. സൂറത്ത് തൗബയിലെ 118 വചനത്തിൽ അള്ളാഹു പറഞ്ഞു: മാറ്റി നിർത്തപ്പെട്ട ആ 3 പേർക്കും അള്ളാഹു മാപ്പ് നൽകിയിരിക്കുന്നു. കഅബ് റളിയല്ലാഹു അൻഹു ഓടിച്ചെന്ന് പ്രവാചകനെ കണ്ടു. മുത്തുനബിയുടെ മുഖം ചന്ദ്രനെപ്പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു: പ്രിയ കഅബ്, ഉമ്മ നിന്നെ പ്രസവിച്ച അന്നു മുതൽ നിന്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും നല്ല ദിവസമാണെന്ന്. തന്റെ അടിമയുടെ സത്യസന്ധതയെ അള്ളാഹു എത്രത്തോളം സ്നേഹിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ മറുപടി. നമുക്കും തെറ്റുകൾ സംഭവിക്കാം. പക്ഷേ അവ മറയ്ക്കാൻ നുണകൾ പറയുന്നതിന് പകരം പടച്ചവന്റെ മുന്നിൽ തെറ്റേറ്റു പറയുക. ഭൂമി നിനക്ക് ചുറ്റും ഇടുങ്ങിയതായി തോന്നിയാലും, എല്ലാവരും നിന്നെ കൈവിട്ടാലും, റബ്ബിന്റെ വാതിൽ തുറന്നു കിടപ്പുണ്ട്.